നെക്സ്റ്റ് നമുക്ക് പീഡിയാട്രിക് കണ്ടീഷനിലെ നെഫ്രോട്ടിക് സിൻഡ്രം എന്താണെന്ന് നോക്കാം. ഇതിൽ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. മാസീവ് പ്രോട്ടീനൂറിയ, പിന്നെ ഹൈപ്പോ ആൽബുമിനുറിയ, എഡീമ എന്നിവയൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് അസസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൈൽഡ് ഗെയിൻ വെയിറ്റ്, പിന്നെ എന്താണ് ഫേഷ്യൽ എഡീമ, ലെഗ് ആംഗിൾ ലേബീമിയ, പിന്നെ യൂറിൻ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുക, ഡാർക്ക് ആൻഡ് ഫോർത്തി യൂറിൻ, പിന്നെ എന്താണ് ലെഥാർജി, അനോറെക്സിയ, ഡിക്രീസ്ഡ് സെറം പ്രോട്ടീൻ. ഇനി നമുക്ക് ഇതിലത്തെ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മോണിറ്ററൈസിങ് ദ ക്ലയൻറ്റ്, ചെക്ക് ദ ഡെയിലി വെയ്റ്റ്, അബ്നോമിനൽ ഗ്രിത്ത്, മോണിറ്റർ ദ വൈറ്റൽ സൈൻസ് ആൻഡ് ഇൻടേക്ക് ഔട്ട്പുട്ട്, അൺസ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് പ്രോട്ടീൻ. എഡിമയുടെ സോവേണിറ്റി അനുസരിച്ചിട്ട് സോഡിയം ആൻഡ് ഫ്ലൂയിഡ് നമ്മൾ റെസ്ട്രിക്റ്റഡ് ചെയ്യും. ഇനി നമ്മൾ മെഡിക്കേഷൻസിൽ എന്താണ് കോർട്ടിസോസ്റ്റെറോയിഡ് കൊടുക്കാറുണ്ട്. വി ഷുഡ് വെരി കെയർഫുൾ അബൌട്ട് സൈഡ് എഫക്ട്സ്. അതുപോലെ ഡയഗ്നോസിസിൽ ചെയ്ത ഉടനെ തന്നെ ചെന്ന് കോർട്ടിയോസ്റ്റെറോയിഡ് തെറാപ്പിയിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇനി നമുക്ക് ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പീസ് നൽകാം. ഇതിൽ ഇൻഫെക്ഷൻസ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും കുട്ടിയുടെ കേസിൽ കോംപ്ലിക്കേറ്റഡ് ആകും. എഡീമ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഡയറോട്ടിക്സ് കൊടുക്കാറുണ്ട്. പിന്നെ പ്ലാസ്മ എക്സ്പാൻഡർ കൊടുക്കാറുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം പാരൻസിന് നമ്മൾ എഡ്യൂക്കേഷൻ നൽകുക. ഇത്രയുമാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്.